പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ലവ് ചെയ്യുന്നവരോട് തന്നെ നമുക്ക് ചിലപ്പോൾ കുറച്ച് ഹാർഷായിട്ട് ബിഹേവ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. പാരൻസ് ആയിരിക്കുന്ന ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ നല്ലതാവണം, ഡിസിപ്ലിൻഡ് ആവണം എന്നൊക്കെയുള്ളതാണ്. പക്ഷേ പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും, അതായത് ചിലപ്പോൾ ഒരു ഗ്ലാസ് വീണ് പൊട്ടിയതാകാം, ചിലപ്പോൾ എക്സാമിൽ കുറച്ച് മാർക്ക് കുറഞ്ഞതാകാം, ഒരു ചെറിയ മിസ്റ്റേക്ക് ആയാൽ പോലും നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യും. അത് ശരിക്കും ആ ഒരു മിസ്റ്റേക്കിന്റെ റിയാക്ഷൻ ആണോ? അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും ആ ഒരു മിസ്റ്റേക്കിന്റെ റിയാക്ഷൻ അല്ല. അത് നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്, ആങ്സൈറ്റി, ഫ്രസ്ട്രേഷൻ എല്ലാം കൂടി കമ്പൈൻ ആയിട്ട് പുറത്തു വരുന്നതാണ്. സോ വി ആർ നോട്ട് റിയാക്ടിങ് ടു ദി സിറ്റുവേഷൻ, വി ആർ റിയാക്ടിങ് ടു അവർ ഇന്നർ പ്രഷർ. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ മക്കൾക്ക് അതൊരു ലെസണായി മാറുന്നതിന് പകരം അവർക്കതൊരു ഫിയറായി മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഞാനിത് റിപ്പീറ്റ് ചെയ്താൽ അച്ഛന് അല്ലെങ്കിൽ അമ്മ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമോ, അല്ലെങ്കിൽ അവർക്ക് എന്നോടുള്ള ഇഷ്ടം കുറയോ, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലേക്ക് സ്ലോലി കടന്നു വരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവരെ പേടിപ്പിച്ച് നിർത്താണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ടും അവർക്ക് ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. വി ആർ ഓൾസോ ഹ്യൂമൻ ബീങ്. വി ആർ ഓൾസോ ഗെറ്റ് ടയേർഡ്, സ്ട്രെസ്ഡ്, മെന്റലി ഡ്രെയിൻഡ്. ഒരു ഹോൾ ഡേ വർക്ക് പ്രഷർ, പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം പെട്ടെന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അത് നമ്മൾ എവിടെയാണ് ശരിക്കും റിലീസ് ചെയ്യുന്നത്? ഒരു റൈറ്റ് പ്ലേസിലാണോ, അല്ലെങ്കിൽ ഒരു റൈറ്റ് പേഴ്സണിന്റെ അടുത്താണോ നമ്മുടെ ആ ദേഷ്യമെല്ലാം നമ്മൾ തീർക്കുന്നത്? സോ നമ്മൾ ഓരോരുത്തരും അതൊന്ന് നിർത്തി ചിന്തിക്കണം. എന്താണ് എൻ്റെ സ്ട്രെസ്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ആങ്സൈറ്റി, എന്താണ് എന്നെ ട്രിഗർ ചെയ്യുന്നത്, എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് ദേഷ്യം വരുന്നത്? അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് കുട്ടികളാണെങ്കിൽ ദാറ്റ് വിൽ നെവർ വർക്ക്.